ഗുഡ് മോർണിംഗ്. പിന്നെ ഇത് നമ്മൾ വാങ്ങിയ ഓലൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിയിൽ കുറേ ബാറ്ററി വെള്ളം കയറിക്കാണ്ട് നാശമായിട്ടുണ്ട്. ഇത് ഡെഡ് ആയിട്ടുണ്ട് ബാറ്ററി. അപ്പോൾ ഇതിൽ കുറേ കേടുണ്ട്, കുറേ കേടില്ലാത്തതുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇത് ഫുള്ളായിട്ടൊന്ന് അയക്കുക, ബാറ്ററി ഫുള്ളായിട്ട് എങ്ങനെ അയക്കുക, എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ബേത്തിലെ കൂടിക്കോളി, എന്നാലേ നിങ്ങൾക്കും എനിക്കൊരു ഉപകാരമാവും കേട്ടോ. പിന്നെ ഇതിൽ കുറേ ബാറ്ററി പോയ ബാറ്ററിയൊക്കെ നമുക്ക് വാങ്ങണം. അപ്പോൾ ബാറ്ററി എവിടെ നിന്ന് വാങ്ങാൻ കിട്ടാമെന്നൊക്കെ ഞാൻ ഏതായാലും മെനക്കെട്ട് കിടന്ന ബാറ്ററി വാങ്ങിയിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടി അതിനെ കൊടുത്ത് ചെയ്യും. ബാറ്ററി സെറ്റ് ചെയ്യണ വീഡിയോ ഉണ്ടാവും, അപ്പോൾ അത് കാണാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി അയക്കണതും ആ ബാറ്റിൻ്റെ രൂപങ്ങളും ചേലും കോലും എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബാറ്ററി എങ്ങനെ വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി ഒന്നായിട്ട് ഷോർട്ട് ആകാൻ സാധ്യത കൂടുതലുള്ള ബാറ്ററിയാണിത്. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതായി വീഡിയോ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ബാറ്ററി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള രൂപത്തിൽ ഞങ്ങൾ ആക്കിത്തരും, നിങ്ങളും കൂടെ ഇത് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ ബാറ്ററി ബാക്കിയുള്ള വാങ്ങാനുള്ള വഴിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഏതായാലും ഞാനത് വാങ്ങി സെറ്റാക്കും. അപ്പോൾ സെറ്റാക്കുമ്പോൾ വിവരങ്ങളും കൂടി അറിയിക്കും. അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊരു ഉപകാരമാവും കേട്ടോ. ഓക്കെ, എന്നാൽ വീഡിയോ കണ്ടു നോക്കി കേട്ടോ. നമ്മൾ അഴിക്കാൻ പോകുന്ന ഓലൻ്റെ ബാറ്ററിയാണിത്. ഇതിൻ്റെ BMS ഞാൻ എടുത്താണ്ട് വേറെ ചെറിയൊരു പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ BMS ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകിൽ ബാറ്ററിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ഞാൻ അയക്കാൻ പോകണം. അപ്പോൾ അയക്കണ വീഡിയോ ഞാൻ അയച്ചുകാണ്ട് കാട്ടിത്തരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രൂകൾ, ഇതായി കാണുന്ന സ്ക്രൂകൾ, ഇപ്പോൾ പുറത്ത് ഇങ്ങനെ കാണുന്ന സ്ക്രൂകളാണ് അയക്കുന്നത് കേട്ടോ. അതിന് രണ്ട് ഭാഗത്തുണ്ടാവും. പിന്നെ ഇതൊക്കെ സീലഡാണ്, കാരണം വെള്ളം കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളം കറന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് പോകും വണ്ടിയിലൊക്കെ ആണെങ്കിൽ. ഏതായാലും ഞാനിത് അയക്കുകയാണ്. അപ്പോൾ അയച്ചിട്ട് ഞാൻ ഓരോരോ ഭാഗമായിട്ട് സെക്ഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും അതിനെപ്പറ്റി എങ്ങനെ അയക്കാമെന്ന് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ വണ്ടി അയക്കുമ്പോഴേ ഇവിടെ സ്ക്രൂ ഇല്ലായിരുന്നു, അല്ല ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, അവിടെ സ്ക്രൂ ഇല്ലായിരുന്നു. അതില്ല, ആ സ്ക്രൂ ഇട്ടിട്ടില്ല, കമ്പനിക്കാരിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും സ്ക്രൂ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് സ്ക്രൂ ഫുള്ളായിട്ട് അയച്ചെടുത്ത് അങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ ഭാഗത്ത് സ്ക്രൂവും കൂടി അയച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പൊളിക്കാൻ നല്ലത്. കാരണം അല്ലെങ്കിൽ ഇതിവിടെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ രണ്ട് ഭാഗത്ത് സ്ക്രൂ ഫുള്ളായിട്ടാണ് അയക്കുക. തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ സ്ക്രൂ അയക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൊളിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ രണ്ട് ഭാഗത്ത് സ്ക്രൂ അയച്ചു. ഇനി നമ്മൾ നടുവൊന്ന് പൊട്ടിച്ചാണ് നോക്കുക എന്താണ് ഇതിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. ഇനി ഇതിൻ്റെ ഗമ്മാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യാം കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തുള്ള ഗമ്മുകൾ ഫുള്ളായിട്ട് നമ്മൾ ഊരെടുത്തിട്ടിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും കൂടി ഗമ്മ ഊരെടുത്തിട്ട് ഇത് നമുക്ക് തുറക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി അയച്ചു, ഈ കോലത്തിൽ അയച്ചു വെച്ചു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാം. ഇത് ഇവരത്തൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ബാറ്ററിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് അയച്ചു ഫുള്ളായിട്ടില്ല. വെള്ളം കയറിയത് കാരണമാണ് ഈ ബാറ്ററി നേരത്തെ കേട് വരാനുള്ള കാരണം. നമ്മളെപ്പോഴും ഒരു ബാറ്ററി വെള്ളം കയറില്ല, ഓല വണ്ടി സേഫാണ് എന്നൊക്കെ കരുതിയിട്ട് വെള്ളത്തിൽ കൂടെ ഓട്ടിക്കാണ്ട് നാശാക്കാൻ ശ്രമിച്ചാൽ നമ്മളെ സാധനത്തിനാണ് കേടുക. ഇവിടെ സംഭവിച്ചാൽ അതാണ്. കണ്ടില്ലേ, ഇതൊക്കെ വെള്ളം കയറി നാശാകാൻ, അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലയെന്നറിയില്ല, ഏതായാലും നോക്കട്ടെ. ഏതായാലും വെള്ളം കയറിയിട്ടുണ്ട് സാധനത്തിൽ. അപ്പോൾ ബാറ്ററിൻ്റെ ആ ഒരു സെക്ഷൻ അയക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ നെട്ടുംപൂട്ട് അയക്കണം, ഈ സെക്ഷൻ അയക്കണമെങ്കിൽ ഈ നെട്ടുംപൂട്ട് അയക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടായിട്ട് രണ്ട് ഭാഗത്തേക്ക് വരുള്ളൂ. ഈ ബാറ്ററിൻ്റെ ഒരു സെക്ഷൻ ഞാൻ എടുത്ത് അയച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നിറയെ വെള്ളമാണ്. കണ്ട, ഇത് ഇപ്പോഴും ആ വെള്ളം നിൽക്കുന്നുണ്ട്. കണ്ടില്ല, ഇതൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. ബാറ്ററി നാശമായിട്ടുണ്ടാകുന്ന 100% ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് നാശമായിട്ടുണ്ട്. ഇതാണ് ഇവിടെ സംഭവിച്ചതിന്. അപ്പോൾ ഇതാണ് ആ ഒരു സെക്ഷൻ അയച്ചു മാറ്റിയപ്പോഴുള്ള അവസ്ഥ. ഇതാണ്ടില്ല, ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ആകെ നാശമായിട്ടുണ്ട്. ഈ ഓലൻ്റെ ബാറ്റിൻ്റെ ഉള്ളിൽ കാണത്തുണ്ടെങ്കിൽ കണ്ടോളി. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് ആ സെൻട്രൽ ഫ്രെയിമിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ബാറ്ററി വെച്ചിട്ടുള്ളത്. എത്ര ബാറ്ററി ഉണ്ട്, എന്താ കഥകളൊക്കെ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ഈ ഒരു സെക്ഷനിൽ വെള്ളം കയറിയിട്ടില്ല, ഇത് ക്ലിയറാണ്. ആ ഒരു സെക്ഷനിൽ വെള്ളം കയറിയത് കാരണമാണ് അത് കേട് വരാനുള്ള കാരണം ഉണ്ടായത്. മനസ്സിലാക്കേണ്ടത്, ഇത് നല്ല വൃത്തിയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ ഇതേമാതിരി ആണോ, അല്ലെങ്കിൽ വെള്ളം കയറാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ സ്പോട്ട് ബെൽറ്റിങ് കണ്ടിട്ട് നിങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ള സാധനം വെച്ചിട്ട് ഒരു പ്ലസ് ബാറും ഒരു മൈനസ് ബാറും രണ്ടും കൂടി തമ്മിൽ അങ്ങനെ നന്നായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. സംഗതി വർക്കൊക്കെ അടിപൊളി വർക്കാണ്. പക്ഷേ സെറ്റ് ചെയ്യണവൻ
വല്ല ഹിന്ദിക്കാരനോ അല്ലെങ്കിൽ അതേപോലെ ഹിന്ദിക്കാരൻ തന്നെ ഇക്കാരം. ഏതായാലും അവൻ്റെ ആത്മാർത്ഥത കുറവാണ്, അവൻ അത്ര കറക്റ്റായി ഇത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ വെള്ളം കയറിയെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ? ഇത് നമ്മൾ ബാറ്ററി വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി വെയിലൊന്നും കൊണ്ട് ഉണങ്ങിയിട്ട് നമുക്ക് നന്നാക്കി എന്തെങ്കിലും ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്താൽ കണക്ഷൻ റെഡി ആവും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. നോക്കാം കേട്ടോ. ഒരു ഓലക്ക് എത്ര ബാറ്ററി ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? എന്നാൽ കറക്റ്റായിട്ട് എണ്ണി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ടോട്ടൽ ബാറ്ററി 112 ബാറ്ററി, 112ഉം ഇതേമാതിരി ഇതിൻ്റെ മറ്റേ സൈഡിൽ 112. അപ്പോൾ 224 ബാറ്ററിയാണ് ഒരു ഓലൻ്റെ ഉള്ളിൽ S1 പ്രോൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. ഇത് സെറ്റ് ചെയ്ത് കണ്ടില്ലേ, 3 എണ്ണം ഒരു ലൈനായിട്ടും 4ാമത്തെ ലൈനിൽ ഏതാണ്ട് പകുതി ബാറ്ററി, അങ്ങനെയാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളം കയറിയ ഓല ബാറ്ററി. കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റപ്പാക്കി നോക്കട്ടെ. മിക്കവാറും ശരിയാവും തോന്നുന്നുണ്ട്. ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. വണ്ടി നമ്മൾ നല്ല ശ്രദ്ധിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഇതാ വെള്ളം കയറിയിട്ട് ആ വണ്ടീൻ്റെ ബാറ്ററി ഈ കോലത്തിലൊക്കെ കണ്ടില്ല, എൻ്റെ പുറം ബോഡി വരെ പോയി, ഈ കോലത്തിലൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. വെള്ളത്തിലൊന്നും കയറ്റിയിട്ട് കമ്പനി വെള്ളം കയറില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവിക്കാം. ശ്രദ്ധിച്ചാൽ നമുക്ക് നന്ദി. ഈ ബാറ്ററി നമ്മൾ ഒരു ഭാഗത്ത് വെക്കുമ്പോൾ ഒന്നായിട്ട് കൂട്ടി എന്തിൻ്റെയും കൂട്ടത്തിലിടാൻ പറ്റില്ല കേട്ടോ. എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ പ്ലസ്സും, അതായത് ഈ ഒരു ഭാഗം മാത്രം കണ്ടില്ലേ, ആ ഒരു ഭാഗം മാത്രമുള്ളൂ പ്ലസ്, മറ്റേ ഫുള്ള് മൈനസാണ്. എന്തെങ്കിലും ഒരു സാധനം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറ്ററി നമ്മൾ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒന്നായിട്ട് കൂട്ടിയിടാനൊന്നും പറ്റില്ല, വേഗം ഷോർട്ടായിട്ട് കത്തും. അപ്പോൾ ഇത് കണ്ടി നമ്മൾ മൊത്തമായിട്ട് പറിച്ചെടുത്ത, മൊത്തമായിട്ടല്ല ഏതാണ്ട് കേടുള്ള ഭാഗങ്ങളൊന്നായിട്ട് പറിച്ചെടുത്ത ബാറ്ററിയാണിത്. അപ്പോൾ ഇനി ഈ ബാറ്ററി നമുക്ക് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് നല്ല ബാറ്ററി എടുത്ത് മാറ്റി വെക്കുക. ആകാത്ത ബാറ്ററിക്ക് ബദലിൽ നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിയിട്ട് രണ്ടാമത് നമുക്ക് റീസെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ റീസെറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്നാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കണേ. ഓക്കെ, ബൈ ബൈ.